ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഓണം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. നിർദ്ദേശം: താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1: വായിക്കാം എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രാചീന കേരളത്തിലെ ആയോധന കലയാണ് കളരിപ്പയറ്റ്. മെയ്ത്തൊഴിൽ, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ എന്നീ പ്രധാന ചിട്ടകളാണ് കേരളത്തിലെ അഭ്യാസമുറകളിൽ അടങ്ങിയിട്ടുള്ളത്. കളരിപ്പയറ്റിന്റെ പ്രാരംഭമാണ് മെയ്ത്തൊഴിൽ. ശാരീരികമായ ചലനങ്ങളെയും വടിവിനെയും പയറ്റ് അഭ്യാസത്തിനനുഗുണമായി പാകപ്പെടുത്തിയെടുക്കുന്നത് മെയ്ത്തൊഴിൽ കൊണ്ടാണ്. പലവിധ വടികളെ കൊണ്ടുള്ള അഭ്യാസമുറകളാണ് കോൽത്താരിയിൽ അടങ്ങിയിട്ടുള്ളത്. മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുള്ള ആയോധനമുറകളാണ് അങ്കത്താരി. പരിച, വാൾ, കുന്തം, ഉറുമി, കട്ടാരം തുടങ്ങിയ ആയുധങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആയുധങ്ങളില്ലാതെ എതിരാളിയിൽ നിന്ന് രക്ഷപ്പെടുവാനും എതിരാളിയെ വീഴ്ത്താനുമുള്ള അടവുകളുമാണ് വെറുങ്കൈ എന്ന അഭ്യാസമുറയിലുള്ളത്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. കളരിപ്പയറ്റിന്റെ പ്രാരംഭമായുള്ള അഭ്യാസം ഏതാണ് മക്കളെ? കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ, മെയ്ത്തൊഴിൽ. ഏതാ വരുക? മെയ്ത്തൊഴിൽ അല്ലേ. അടുത്ത ചോദ്യം: പലവിധ വടികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അഭ്യാസമുറകൾക്ക് പറയുന്ന പേര്? കോൽത്താരി, അങ്കത്താരി, വടിച്ചുഴറ്റൽ, മെയ്വഴക്കം. ഏതാ കൂട്ടുകാരെ വരുക? കോൽത്താരി അല്ലേ. അടുത്ത ചോദ്യം: അങ്കത്താരി എന്ന അഭ്യാസത്തിന്റെ പ്രത്യേകത എന്താണ്? വടി കൊണ്ടുള്ള പയറ്റ്, മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുള്ള ആയോധനമുറകൾ, ആയുധമില്ലാത്ത പ്രയോഗങ്ങൾ, കളരിപ്പയറ്റിലെ തുടക്കമായിട്ടുള്ള ചിട്ട. അപ്പം എന്താ മക്കളെ വരുക? മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുള്ള ആയോധനമുറകൾ. അടുത്ത ചോദ്യം: കളരിപ്പയറ്റിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ പെടാത്തതേത്? പരിച, വാള്, ഉറുമി, ചിലങ്ക. ഏതാ മക്കളെ വരുക? ചിലങ്ക അല്ലേ. ചിലങ്ക നൃത്തത്തിനും മറ്റും ഉപയോഗിക്കുന്നതാണ്. അടുത്തത്: ആയുധമില്ലാത്ത എതിരാളിയെ വീഴ്ത്തുന്ന അടവേത്? കോൽത്താരി, മെയ്വഴക്കം, വെറുങ്കൈ, കുട്ടിക്കരണം. ഏതാ വരുമോ മക്കളെ? വെറുങ്കൈ അല്ലേ. അടുത്ത പ്രവർത്തനം 2: ഡയറിക്കുറിപ്പ്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത്. എല്ലാറ്റിനും ഒന്നാമതായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. ടോമോയിലെ കായികമേള. അടുത്ത നമുക്ക് ചോദ്യം നോക്കാം. അന്നേ ദിവസം തകഹാഷി എഴുതാനിടയുള്ള ഡയറിക്കുറിപ്പ് എപ്രകാരമാകാം? എഴുതൂ. നമുക്ക് ഡയറി എഴുതി നോക്കാം. ആദ്യം തീയതി എഴുതുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണിന്ന്. എല്ലാവരേക്കാളും ചെറുതായതുകൊണ്ട് ഞാൻ ഒരു കളിയിലും പങ്കെടുക്കുന്നില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയായിരുന്നു. കൊബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും എന്നെ നിർബന്ധിച്ച് എല്ലാ കളികളിലും പങ്കെടുപ്പിച്ചു. ആദ്യമൊക്കെ എനിക്ക് ആവേശമൊന്നും തോന്നിയില്ല. എല്ലാവരും എന്നേക്കാൾ വലുത്. പക്ഷേ മാസ്റ്റർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ എൻ്റെ കുറിയ കാലുകളുമായി ഞാൻ ഓടി, ചാടി, മീൻവാലിലോട്ടം നടത്തി, റിലേയിൽ പങ്കെടുത്തു. എല്ലാവരും വലിയ ശരീരവുമായി ഓടുകയും ചാടുകയും ചെയ്തപ്പോൾ ഞാൻ എല്ലാവരെക്കാളും മുന്നിലെത്തി. ഒരു തവണ വിജയിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ആത്മവിശ്വാസം തോന്നി. എല്ലാ കളിയിലും പങ്കെടുത്തത് അങ്ങനെയാണ്. എല്ലാത്തിനും ഞാൻ മുന്നിലെത്തി. കൂട്ടുകാരെല്ലാം എന്നെ അത്ഭുതത്തോടെയും അസൂയയോടെയും നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി. എനിക്ക് നേട്ടങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന തോന്നൽ. എല്ലാത്തിനും നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട കൊബയാഷി മാസ്റ്ററോടാണ്. അദ്ദേഹം എന്നെപ്പോലുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പുതിയ പുതിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. അടുത്ത ചോദ്യം: മറ്റു സ്കൂളിൽ നിന്നും വ്യത്യസ്തമായി ടോമോ എലിമെൻ്ററി സ്കൂളിൽ നടത്തിയ കായിക മത്സരം ഏത്? വടംവലി, മീൻവാലിലോട്ടം, റിലേ, 3 കാലിയോട്ടം. അപ്പം എന്താ മക്കളെ അതിൻ്റെ ഉത്തരം വരിക? മീൻവാലിലോട്ടം അല്ലേ. അടുത്ത പ്രവർത്തനം 3: വിവരണം. അന്നങ്ങൾ പോലെ നടന്നതിൽ പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ. കാട്ടിലെ കളികൾ. കണ്ണൻ്റെയും കൂട്ടുകാരുടെയും കാട്ടിലെ കളികൾ പരിചയപ്പെട്ടല്ലോ. നിങ്ങൾ കൂട്ടുകാരുമായി ചേർന്ന് കളിച്ച ഒരു കളിയുടെ വിവരണം എഴുതൂ. അപ്പം മക്കൾക്ക് ഏത് കളിയാണോ ഇഷ്ടം അതിനെക്കുറിച്ച് എഴുതുക. ഈ പ്രവർത്തനം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞങ്ങൾ കളിക്കാറുള്ള ഒരു കളിയാണ് ഇട്ടൂലി പത്തൂലി. ചൂട് തണുപ്പ് കളി എന്നും ഇതിന് പറയാറുണ്ട്. എത്ര പേർക്ക് വേണമെങ്കിലും ഈ കളിയിൽ പങ്കെടുക്കാം. എല്ലാവരും ഒരേ ദിശയിൽ നോക്കി കണ്ണടച്ചിരിക്കും. കൂട്ടത്തിലൊരാളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകും.
ആ കുട്ടി ഒരു സേഫ്റ്റി പിൻ ആരും കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിക്കും. ഒളിപ്പിച്ച ശേഷം കണ്ണടച്ചിരിക്കുന്നവരോട് കണ്ടുപിടിക്കാൻ പറയും. കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് അവരെത്തുമ്പോൾ ചൂട് ചൂട് എന്ന് പറയും. അകലെയാണെങ്കിൽ തണുപ്പ് തണുപ്പ് എന്ന് പറയും. പിന്നീട് വളരെ അടുത്തെത്തുമ്പോൾ കൊടും ചൂട് എന്ന് പറയും. വളരെ അകലെയാണെങ്കിൽ കൊടും തണുപ്പ് എന്ന് പറഞ്ഞ് ഒളിപ്പിച്ച ആൾ മറ്റുള്ളവരെ സഹായിക്കും. സേഫ്റ്റി പിൻ ആദ്യം കണ്ടുപിടിക്കുന്നയാളാണ് രണ്ടാമത് ഒളിപ്പിക്കുക. വളരെ രസകരമായ ഒരു കളിയാണിത്. അടുത്ത പ്രവർത്തനം പറയുക എന്ന അർത്ഥം വരുന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? പേശുക, നടന്നാർ, നന്ദി, വിളങ്ങിന. അപ്പോൾ എന്താ മക്കളെ വരുക? പറയുക എന്ന അർത്ഥം വരുന്ന പദം പേശുക എന്നാണ്. അടുത്ത പ്രവർത്തനം 4. കുറിപ്പ്. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് കായികമേളയിൽ തിളക്കമേറിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച നിരവധി പേരുണ്ട്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി താരമായ മിന്നുമണിയെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സൂചനകൾ വികസിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ജനനം 1999 വയനാട് ജില്ലയിലെ ചോയിമൂലയിൽ കുറിച്യ ഗോത്രത്തിൽ ജനിച്ചു. വിദ്യാഭ്യാസം മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും സുൽത്താൻ ബത്തേരി ഹയർ സെക്കൻഡറി സ്കൂളിലും തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജിലും. കളിയിലെ താൽപര്യം. 10ാം വയസ്സിൽ ആൺകുട്ടികളുമായി വയലിൽ ക്രിക്കറ്റ് കളിച്ചു നടന്ന മിന്നുമണിയെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ എൽസമ്മയാണ് കൈപിടിച്ചുയർത്തിയത്. വയനാട് ജില്ലാ അണ്ടർ-16 ടീമിൽ ഇടം നേടിയ മിന്നുമണി 2019 അണ്ടർ-23 ഏകദിന ചലഞ്ച് ട്രോഫിയിൽ ഇന്ത്യ ബ്ലൂ ടീമിനെ പ്രതിനിധീകരിച്ചു. 2023 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മിന്നുമണി വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപ്റ്റൻസിനായി കളിക്കുന്നു. മിന്നും കായിക താരം മിന്നുമണി. വയനാട്ടിലെ ചോയിമൂല എന്ന ഗ്രാമത്തിൽ 1999 മിന്നുമണി ജനിച്ചത്. ആയോധന പാരമ്പര്യമുള്ള കുറിച്യ ഗോത്രത്തിലാണ് മിന്നുമണി പിറന്നത്. മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം ആൺകുട്ടികളുമായി വയലിൽ ക്രിക്കറ്റ് കളിച്ചു നടന്ന മിന്നുമണി കായിക അധ്യാപികയായ എൽസമ്മ ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു. ടീച്ചറാണ് മിന്നുമണിയെ അണ്ടർ-13 സെലക്ഷനായി കൊണ്ടുപോയത്. പിന്നീട് വയനാട് ജില്ലാ അണ്ടർ-16 ടീമിൽ ഇടം നേടിയ മിന്നുമണി 2019 അണ്ടർ-23 ഏകദിന ചലഞ്ചർ ട്രോഫിക്ക് വേണ്ടി ഇന്ത്യ ബ്ലൂ ടീമിനെ പ്രതിനിധീകരിച്ചു. 2023 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മിന്നുമണി കേരളത്തിൽ നിന്നും വനിതാ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യ മലയാളി താരമെന്ന ബഹുമതിക്ക് അർഹയായി. അടുത്ത ചോദ്യം. നേടിയെടുത്തു എന്ന പദം പിരിക്കുമ്പോൾ ശരിയായത് ഏത്? ഏതാ മക്കളെ? നേടി പ്ലസ് എടുത്തു അല്ലേ? രണ്ടാമത്തെ. അടുത്ത പ്രവർത്തനം 5. കുറിപ്പ് എഴുതൂ. കാട്ടിലെ കളികൾ എന്ന കവിത പഠിച്ചല്ലോ. ഈ ശീർഷകം കവിതാഭാഗത്തിന് എത്രമാത്രം ഉചിതമാണ്? കുറിപ്പായി എഴുതൂ. കണ്ണനും കൂട്ടുകാരും കന്നുകളെ മേയ്ക്കാനായി കാട്ടിൽ പോകുമ്പോൾ പലതരം കളികളിൽ ഏർപ്പെടുന്നതാണ് കവിതാഭാഗം. കാട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ച് അവർ രാവിലെ തന്നെ പുറപ്പെടുന്നു. മയിലുകൾ കൂകുമ്പോൾ അവയെ അനുകരിച്ച് കൂവുകയും കുയിലുകൾ പാടുമ്പോൾ ഒപ്പം പാടുകയും ചെയ്തു അവർ. അന്നങ്ങളുടെ പിന്നാലെ അവയെപ്പോലെ കരഞ്ഞുകണ്ട് പതിയെ നടന്നു. ഇങ്ങനെ കണ്ണന്റെയും കൂട്ടുകാരുടെയും കാട്ടിലെ കളികൾ വിവരിക്കുന്ന കാവ്യഭാഗമായതിൽ ഈ തലക്കെട്ട് ഉചിതമാണ്. അടുത്തത് പ്രവർത്തനം 6. താഴെ തന്നിരിക്കുന്ന കഥ വായിച്ച് ആസ്വാദനം തയ്യാറാക്കുക. കുരുവിയും കാട്ടുതീയും. കാട്ടിൽ തീ പടർന്നു. പക്ഷികളും മൃഗങ്ങളും ജീവനു വേണ്ടി പരക്കം പാഞ്ഞു. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. കുരുവി ഇത് പലതവണ ആവർത്തിച്ചു. ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, "നീ എന്തു മടയത്തമാണ് കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ?" കുരുവി പറഞ്ഞു, "ഈ കാട്ടുതീ ഒത്തിരി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജീവനെടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായ ഒരു മുഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു." ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു, തീ തൻ്റെ ജീവനെടുക്കുന്നത് വരെ. അപ്പം ഈ കഥയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചെയ്തോക്കാം. എല്ലാ ജീവജാലങ്ങളോടും തുല്യ പരിഗണനയും സ്നേഹവും ഉണ്ടാകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് കുരുവിയും കാട്ടുതീയും. ഒരിക്കൽ ഒരു കാട്ടിൽ തീ പടർന്നു. മൃഗങ്ങളെല്ലാം ജീവന് വേണ്ടി പരക്കം പാഞ്ഞെങ്കിലും പലതും വെന്തു മരിച്ചു. ജീവികളുടെ ഈ അവസ്ഥ കണ്ട് ഒരു കൊച്ചു കുരുവി തൻ്റെ ചുണ്ടിൽ കൊള്ളുന്ന തുള്ളി വെള്ളം കൊണ്ടുവന്ന് തീ അണക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു.
ഇത് കണ്ട മഴദേവൻ കിളിയെ പരിഹസിച്ചു. മഴദേവനെ ഒരൊറ്റ മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാമായിരുന്നില്ലേ എന്ന് അവൾ ചോദിച്ചു. അവളുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് മഴദേവന് തന്റെ തെറ്റ് മനസ്സിലായത്. ഇത്തിരി പോന്ന ആ പക്ഷി അപ്പോഴും തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു, തീ തന്റെ ജീവനെടുക്കുന്നതുവരെ. അവൻ അവന്റെ ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുന്നവരാണ് ഭൂമിയെ നിലനിർത്തുന്നത് എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അടിസ്ഥാന പാഠാവലിയിലെ പ്രവർത്തനം 6 വരെ നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.